ഏവർക്കും സുപ്രഭാതം. സമാധാനം എന്ന വാക്കിന് വളരെ കാലിക പ്രസക്തിയുണ്ട്. രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾക്കിടയിൽ ആ സമാധാനത്തിൻ്റെ വാക്ക് കേൾക്കുവാൻ എല്ലാവരും കൊതിക്കുകയാണ്. എന്നാൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ലാത്ത ഒരു കൂട്ടരുണ്ട്. എല്ലാവരും വീഴുവാൻ സാധ്യതയുണ്ട്. വീഴുവാൻ സാധ്യതയുള്ള ലോകത്തിലാണ് നാം വസിക്കുന്നത്. എന്നാൽ വീഴ്ചയ്ക്ക് സംഗതിയില്ലാത്ത ഒരു കൂട്ടം ആളുകളുണ്ട്. അതാരാണെന്നറിയാമോ? നിന്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട്, അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല എന്നാണ് നാം വായിക്കുന്നത്. അതെ, വീഴാതെ ഈ ഉലകത്തിൽ ജീവിക്കുവാൻ നമുക്ക് കഴിയണമെങ്കിൽ, യഥാർത്ഥ സമാധാനത്തോടും സന്തോഷത്തോടും ജീവിക്കുവാൻ കഴിയണമെങ്കിൽ ന്യായപ്രമാണത്തോട് പ്രിയം നമുക്കുണ്ടാകണം. ഇന്ന് പകലിൽ നമ്മെ നടത്തുന്ന, അനുദിനം പോറ്റുന്ന ദൈവത്തിൻ്റെ വചനത്തോട് പ്രിയമുള്ളവരായിട്ട് സമാധാനത്തോടെ ജീവിക്കുവാൻ സർവേശ്വരൻ നിങ്ങളേവരെയും സഹായിക്കുമാറാകട്ടെ. ഏവർക്കും സുപ്രഭാതം. സമാധാനം എന്ന വാക്കിന് വളരെ കാലിക പ്രസക്തിയുണ്ട്. രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾക്കിടയിൽ ആ സമാധാനത്തിൻ്റെ വാക്ക് കേൾക്കുവാൻ എല്ലാവരും കൊതിക്കുകയാണ്. എന്നാൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ലാത്ത ഒരു കൂട്ടരുണ്ട്. എല്ലാവരും വീഴുവാൻ സാധ്യതയുണ്ട്. വീഴുവാൻ സാധ്യതയുള്ള ലോകത്തിലാണ് നാം വസിക്കുന്നത്. എന്നാൽ വീഴ്ചയ്ക്ക് സംഗതിയില്ലാത്ത ഒരു കൂട്ടം ആളുകളുണ്ട്. അതാരാണെന്നറിയാമോ? നിന്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട്, അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല എന്നാണ് നാം വായിക്കുന്നത്. അതെ, വീഴാതെ ഈ ഉലകത്തിൽ ജീവിക്കുവാൻ നമുക്ക് കഴിയണമെങ്കിൽ, യഥാർത്ഥ സമാധാനത്തോടും സന്തോഷത്തോടും ജീവിക്കുവാൻ കഴിയണമെങ്കിൽ ന്യായപ്രമാണത്തോട് പ്രിയം നമുക്കുണ്ടാകണം. ഇന്ന് പകലിൽ നമ്മെ നടത്തുന്ന, അനുദിനം പോറ്റുന്ന ദൈവത്തിൻ്റെ വചനത്തോട് പ്രിയമുള്ളവരായിട്ട് സമാധാനത്തോടെ ജീവിക്കുവാൻ സർവേശ്വരൻ നിങ്ങളേവരെയും സഹായിക്കുമാറാകട്ടെ.